തെന്നിന്ത്യയിലെ അതിപ്രശസ്തനായ സംഗീത സംവിധായകനാണ് AR റഹ്മാൻ. അദ്ദേഹം തമിഴ്, മലയാളം, തെലുങ്ക് തുടങ്ങി ഹിന്ദിയിലടക്കം നിരവധി ഭാഷകളിൽ സിനിമയ്ക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്. സിനിമാ ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഒരു മഹാപ്രതിഭയായിട്ടാണ് AR റഹ്മാനെ നമ്മുടെ രാജ്യം കാണുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. കുറഞ്ഞ അദ്ദേഹം എനിക്ക് 90കളുടെ ആദ്യ പകുതിയിലാണ് അദ്ദേഹം കടന്നു വരുന്നത്. റോജ എന്ന സിനിമയിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഗീത സംവിധാനം വളരെ പ്രസിദ്ധമാണ്. റോജ അദ്ദേഹത്തിന് നല്ല പേര് നേടിക്കൊടുത്തു. തുടർന്ന് AR റഹ്മാൻ ബോംബെ എന്ന് പറയുന്ന സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിച്ചു. അതുപോലെ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ ഈ പാട്ടുകളെല്ലാം ഹിറ്റാണ്. അപ്പോൾ ആ കാലത്ത് വലിയ ഹിറ്റ് മേക്കറായിരുന്നു AR റഹ്മാൻ. ഈ AR റഹ്മാൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഒക്കെ വളരെ രസകരമാണ്. അതായത് മലയാളത്തിലല്ല, ശരിക്കും തെന്നിന്ത്യയിൽ മലയാളത്തിലും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. RK ശേഖർ എന്നൊരു അതികായനായ സംഗീത സംവിധായകനുണ്ടായിരുന്നു. തമിഴിലെ മുടിചൂടാമന്നനായ ഇളയരാജ അദ്ദേഹത്തിൻ്റെ തബലിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ RK ശേഖർ വലിയ ഒരു സംഗീത സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം ആ രംഗത്ത് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ്. ഏറ്റവും ഒടുവിൽ 1976-77 കാലത്താണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് ചോറ്റാനിക്കര അമ്മ എന്ന ഒരു സിനിമയിലാണ്. അതിലെ ഒരു പാട്ട്, മനസ്സ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധു രാത്രി എന്ന ആ പാട്ട് വളരെ പ്രസിദ്ധമാണ്. RK ശേഖറുടെ മകനാണ് AR റഹ്മാൻ. ഈ RK ശേഖറിൻ്റെ പാരമ്പര്യം എന്താണെന്ന് കൂടി നമ്മൾ അറിയണം. അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രശസ്ത ഹരികഥാ കലാകാരൻ, ഹരികഥാ വക്താവ്, അതായത് ഹരികഥ ഇങ്ങനെ പാടി അവതരിപ്പിക്കുന്ന കലാകാരന്മാരുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ബാവുൽ സംഗീതം പോലെ പാട്ടും നൃത്തവുമൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. അവരുടെ കയ്യിൽ ചില വാദ്യമേളങ്ങളും ഉണ്ടാവും. ഏകതാര എന്ന് പറയുന്ന ഒരു വീണ പോലെ, വീണ, അതുപോലെ ഈ അരയിൽ കെട്ടിയിരിക്കുന്ന ഒരു ഡോലക്ക് പോലെ ഒരു ചെറിയ കൊട്ട്, ഇതൊക്കെ സ്വയം വായിച്ചുകൊണ്ടാണ് ഈ ബാവുൽ കലാകാരന്മാരും കലാകാരികളും തങ്ങളുടെ പ്രകടനം രംഗത്ത് അവതരിപ്പിക്കുന്നത്. അതുപോലെയാണ് ഈ ഹരികഥ. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. കയ്യിൽ ചപ്ലാങ്കട്ട എന്നൊരു സംഗീത ഉപകരണമുണ്ട്. ഇത് അടിച്ചുകൊണ്ടാണ് അവർ പാടി അഭിനയിക്കുന്നത്. അങ്ങനെ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള കഥകളും മറ്റുമൊക്കെയാണ് അവർ രംഗത്ത് അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ കലാകാരൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. തിരുവല്ലൂരിനടുത്തുള്ള കിഴാനൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രാജഗോപാല ഭാഗവതർ എന്നായിരുന്നു. ഈ രാജഗോപാല ഭാഗവതർക്ക് ഒരു മകൻ ജനിച്ചു. പേര് RK ശേഖർ. രാജഗോപാല കുലശേഖര ശേഖർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മുഴുവൻ പേര്. ഈ RK ശേഖർ വലിയ പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹം വലിയ വിപ്ലവകാരിയായിരുന്നു എന്ന് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ സ്വന്തം ജീവിതത്തിൽ തത്വങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത ആളാണ്. ആദർശങ്ങൾക്ക് വലിയ വില കൽപ്പിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ താഴ്ന്ന സമുദായത്തിൽ നിന്നൊരു വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരാളാണ് അദ്ദേഹം. ഈ പറഞ്ഞതുപോലെ 4 മക്കൾ, അദ്ദേഹം വിവാഹം കഴിച്ച സ്ത്രീയുടെ പേര് കസ്തൂരി എന്നാണ്. ആ ദമ്പതികൾക്ക് 4 മക്കൾ ജനിച്ചു. AS ദിലീപ് കുമാർ, കാഞ്ചന ശേഖർ, ബാല, രേഖ. ഇതിൽ ഈ AS ദിലീപ് കുമാറും ബാക്കി സഹോദരിമാരും അതുപോലെ തന്നെ അമ്മ കസ്തൂരിയും ഇദ്ദേഹത്തിൻ്റെ മരണശേഷം, RK ശേഖറുടെ മരണശേഷം ശരിക്കും അനാഥരായി. ഇദ്ദേഹം വലിയ വിപ്ലവമൊക്കെ കാണിച്ച് ഈ പറഞ്ഞതുപോലെ ജാതി ഇല്ല എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ജാതി മാറി വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വീട്ടുകാർ അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചു. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെയായി. ആകെയുള്ളത് സംഗീതം മാത്രമാണ് ഈ AS ദിലീപ് കുമാർ എന്ന അദ്ദേഹത്തിൻ്റെ മകന് കൈവശമുണ്ടായിരുന്നത്. അതുമായിട്ട് ഈ കുടുംബം മുന്നോട്ട് പോയി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അറിയുന്നത് അവർ മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ്.
ഇസ്ലാം മതം സ്വീകരിച്ചത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ആരും നിർബന്ധിച്ചിട്ടല്ല, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം AR റഹ്മാൻ, AS ദിലീപ് കുമാറാണ് AR റഹ്മാൻ എന്ന പേര് സ്വീകരിച്ച് സംഗീത സംവിധാന രംഗത്തേക്ക്, ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം വലിയ രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ, ഹിറ്റുകൾ സൃഷ്ടിച്ച ഒരു മഹാനായ കലാകാരനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, അദ്ദേഹം ഈ അടുത്ത കാലത്ത് BBC ഏഷ്യൻ നെറ്റ്വർക്കിന്, നമുക്കറിയാം BBC എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ്, അതിൻ്റെ ഏഷ്യൻ നെറ്റ്വർക്ക്, അവരെ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ അവർക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചു. അവരുടെ ലൈസൻസ് കേന്ദ്ര സർക്കാർ പുതുക്കി നൽകിയില്ല. കാരണം നിരന്തരം ഇന്ത്യ വിരുദ്ധ വാർത്തകൾ അവർ നൽകുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തുന്നത്, കേന്ദ്ര സർക്കാർ തെളിവ് സഹിതം സമർത്ഥിക്കുന്നത്. എന്തായാലും അവരുടെ ഈ ഇന്ത്യയിലെ പ്രവർത്തനാനുമതി അവർക്ക് നിഷേധിച്ചു. അത് അവരുടെ ആസ്ഥാനം, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആസ്ഥാനം അവർക്ക് അടച്ചുപൂട്ടേണ്ടി വന്നു. ആ BBC ഏഷ്യൻ നെറ്റ്വർക്കിന് RK ശേഖറുടെ മകൻ AS ദിലീപ് കുമാർ എന്ന AR റഹ്മാൻ ഒരു അഭിമുഖം നൽകി. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 8 വർഷമായി എനിക്ക് അവസരങ്ങൾ ലഭിക്കുന്നില്ല, ഞാൻ വലിയ രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, അതിന് കാരണമുണ്ട്. ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിലെ ഭരണമാറ്റം വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. കലാരംഗത്തും സിനിമാ രംഗത്തുമൊക്കെ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ട്, അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഒരു കലാകാരൻ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു വലിയ സ്പർദ്ധ ഉണ്ടാക്കാൻ പ്രാപ്തമായ ഒരു കാര്യമാണ് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. അദ്ദേഹം എന്തുകൊണ്ടോ ഇങ്ങനെ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ പൊങ്കാല ഇടുകയാണ്. കാരണം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ സ്നേഹിച്ചിരുന്ന, അദ്ദേഹത്തിലെ കലാകാരനെ സ്നേഹിച്ചിരുന്ന ആൾക്കാരാണ് ഇന്ന് അതിന് താഴെ വന്ന് അറഞ്ചം പുറഞ്ചം അദ്ദേഹത്തെ തെറി പറയുന്നത്. സത്യത്തിൽ ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഇങ്ങനെ എന്തിനാണ് AR റഹ്മാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? ഇതിനകത്ത് ഒരു രാഷ്ട്രീയമില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. തുടർന്ന് അദ്ദേഹം ജനവികാരം എതിരാണ് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അതൊന്നും മയപ്പെടുത്താൻ, താൻ BBCക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ മയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. വലിയ രീതിയിൽ അദ്ദേഹത്തിന് സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇനി ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. ഈ 2014 ശേഷം അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചത്, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ അവസരങ്ങൾ കുറഞ്ഞു എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. അദ്ദേഹം മോദിയുടെയോ 2014 ഭരണമാറ്റത്തെയോ പേരെടുത്ത് പറഞ്ഞില്ല, സംഖ്യ ചൂണ്ടിക്കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ സാങ്കത്യം എല്ലാവർക്കും മനസ്സിലായി. അത് വളരെ വേഗത്തിൽ വായിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു വ്യാഖ്യാനം അതിന് ആവശ്യമില്ല. അദ്ദേഹം ഈ മയപ്പെടുത്തിയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ഈ കണക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2014 ശേഷം ഏതാണ്ട് 18 സിനിമകൾക്ക് അദ്ദേഹം ഹിന്ദി സിനിമകൾക്ക് അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട്. അതിൽ 16 ചിത്രങ്ങളും സത്യത്തിൽ ബോക്സ് ഓഫീസ് പരാജയമാണ്. 2 ചിത്രങ്ങളാണ് വിജയിച്ചത്. അതിലെ പാട്ടുകളും നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ കുറ്റം ആരുടേതാണ് എന്ന ചോദ്യം ഇവിടെ ഒന്നാമതായിട്ട് ഉയരുന്നു. ഇനി കാലം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം AR റഹ്മാൻ കടന്നു വരുന്നതിന് മുമ്പ് തമിഴ്, മലയാളം അങ്ങനെ തുടങ്ങി ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ അഗ്രഗണ്യനായിരുന്ന, കൊടികുത്തി വാണിരുന്ന സംഗീത സംവിധായകനാണ് ഇളയരാജ. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഗംഗൈ അമരനെ പോലെയുള്ളവർ ഒക്കെ വലിയ സംഗീത സംവിധായകരാണ്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ച ആളാണ് ഇളയരാജ. ആ ഇളയരാജ പക്ഷേ AR റഹ്മാൻ്റെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ പ്രകടനങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മികവിന് ഒരു മങ്ങലേറ്റു. അദ്ദേഹം പതുക്കെ അരികുവൽക്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം പതുക്കെ ഒരു ഓരം ചേർന്നു. അവിടെ പിന്നെ എത്രയോ കാലം AR റഹ്മാൻ തരംഗമായിരുന്നു. AR റഹ്മാൻ്റെ സംഗീതം വാസ്തവത്തിൽ വെസ്റ്റേൺ മ്യൂസിക്കുമായിട്ട് ഇഴ ചേർന്ന ഒരു സംഗീതമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ആസ്വാദകരുണ്ട്,
അദ്ദേഹത്തിന് നല്ല ശ്രോതാക്കളുണ്ട്. ആ സംഗീതത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യർ ഇന്ത്യയിൽ തന്നെയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ AR റഹ്മാൻ കടന്നു വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇളയരാജ അടക്കമുള്ള അതുവരെ കത്തി നിന്നിരുന്ന തിളങ്ങി നിന്നിരുന്ന ആ കലാകാരന്മാർ പതുക്കെ ഒതുക്കപ്പെട്ടു. ഇന്നിതാ അന്ന് ഈ 90കളുടെ ആദ്യ പകുതിയിൽ കടന്നു വന്ന AR റഹ്മാൻ കഴിഞ്ഞ ഒരു 30 ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികമായിട്ട് 3.5 പതിറ്റാണ്ടായിട്ട് അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത്, സംഗീത സംവിധാന രംഗത്ത്. മാത്രമല്ല അദ്ദേഹം നിരവധി ആൽബങ്ങളും ചെയ്തു. ആൽബങ്ങളൊക്കെ ഹിറ്റായിരുന്നു ആ കാലത്ത്. ഇന്നിപ്പോൾ ഈ 2026 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ 2025 നമ്മൾ നിൽക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കാലം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒരു തലമുറയുടെ ഒക്കെ കാലം കടന്നു പോയിരിക്കുന്നു. ഇന്ന് പുതിയ തലമുറ പുതുതായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ സംഗീതത്തെ സ്നേഹിക്കുമോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? അവർ ഈ സംഗീതത്തോട് എത്ര താല്പര്യം കാണിക്കും എന്ന് നമുക്കെങ്ങനെ പറയാൻ കഴിയും? ഇവിടെ കാലത്തിൻ്റെ മാറ്റത്തെ അദ്ദേഹം ഉൾക്കൊണ്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ കുഴപ്പവും. അതിന് മോദി സർക്കാർ എന്തെങ്കിലും വിധത്തിൽ ഇവിടെ ഇടപെട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ ബോളിവുഡിൽ മോഡി സർക്കാരിൻ്റെ ഇടപെടലിന് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇതൊന്നുമില്ലാതെ അങ്ങ് വളരെ ഏകപക്ഷീയമായിട്ട് അടച്ചാക്ഷേപിക്കുന്നത് പോലെ ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്താവനയായി മാറി എന്നുള്ളതാണ് AR റഹ്മാൻ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ ദുഃഖമുണ്ട് ഈ കാര്യത്തിൽ. കാരണം കലാകാരന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടാം, തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയത്തിൽ ഇടപെടണം. പക്ഷേ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു വേണം, വളരെ സൂക്ഷിച്ചു വേണം. കാരണം രാഷ്ട്രീയം അത്രത്തോളം കുഴപ്പം പിടിച്ച ഒന്നാണ് എന്നാണ് ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. അവിടെ അരങ്ങേറുന്ന ഓരോ സംഭവങ്ങൾക്കും, അവിടെ പറയുന്ന ഓരോ വാചകങ്ങൾക്കും വലിയ മൂർച്ചയുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിൽ വലിയ മുറിവുകൾ ഏൽപ്പിക്കുന്ന വാക്കുകളായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കലാകാരന്മാർ പ്രത്യേകിച്ചും ഇതിൽ അഭിപ്രായം പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അവർക്ക് തീർച്ചയായിട്ടും ഭരിക്കുന്ന സർക്കാരുകളെ വിമർശിക്കാം. ഏതൊരു പൗരനും ഉള്ളതുപോലത്തെ സ്വാതന്ത്ര്യം അവർക്കുമുണ്ട്. അവർ വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകൾ ചൂണ്ടിക്കാട്ടണം, അത് തിരുത്തണം. അത് സാഹിത്യകാരന്മാരുടെ, കലാകാരന്മാരുടെ, സാംസ്കാരിക നായകന്മാരുടെ ഒക്കെ ധർമ്മമാണ്, കടമയാണ്, കർത്തവ്യമാണ്. അതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ കണക്കുകളില്ലാതെ, അടിസ്ഥാനമില്ലാതെ, പ്രത്യേകിച്ചും ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ കുറ്റപ്പെടുത്തുന്ന ഒരു ചാനലിന് അല്ലെങ്കിൽ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ നടത്തുന്ന ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു പ്രസ്താവന, അത് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ കലാലോകത്തിന് ഒക്കെ എത്ര ദോഷം വരുത്തും എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അത് AR റഹ്മാൻ ചെയ്തില്ല. അദ്ദേഹത്തെ പോലൊരു ഇത്രയും മികച്ച, ഇത്രയും ആരാധക വൃന്ദങ്ങളുള്ള ഒരു കലാകാരൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ലൂസ് ടോക്ക് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞുപോയി. പിന്നീട് അത് മയപ്പെടുത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വിജയിച്ചില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്നത് പോലെ ബോളിവുഡിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടെങ്കിൽ, ആ തരത്തിൽ ഉള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അനധികൃതമായ കടന്നുകയറ്റം അതിലുണ്ടെങ്കിൽ ബോളിവുഡിൽ നിന്ന് എന്നേ അതിന് പ്രതികരണം ഉണ്ടായേനെ. നമുക്കറിയാം, പലപ്പോഴും പല കലാകാരന്മാരും പല സന്ദർഭങ്ങളിലും മോദി സർക്കാരിനെ, അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാരിനെ ഒക്കെ വിമർശിച്ചിരുന്നത് നമുക്കറിയാം. ജാവേദ് അക്തർ എന്ന് പറയുന്ന മികച്ച സംഗീതജ്ഞൻ, അദ്ദേഹം മോദി സർക്കാരിനെ വിമർശിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹം അനുകൂലിക്കേണ്ട സന്ദർഭങ്ങളിൽ അനുകൂലിക്കും, വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു ലൂസ് ടോക്ക് പോലെ AR റഹ്മാൻ്റെ ഈ വാക്കുകൾ കടന്നു വന്നതും വലിയ എതിർപ്പിന് കാരണമായതും. എന്തായാലും കലാലോകത്ത് നിന്ന് സർക്കാരിനെ തിരുത്തുന്ന, സർക്കാരിനെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മുടെ സംസ്കാരത്തിനും കലയ്ക്കും സർവോപരി ജനങ്ങളിൽ സ്പർദ്ധയില്ലാതെ ഐക്യമുണ്ടാക്കുന്നതിൻ്റെ, പരസ്പര സഹകരണമുണ്ടാക്കുന്നതിൻ്റെ, സമന്വയമുണ്ടാക്കുന്നതിൻ്റെ, നമ്മൾ വൈവിധ്യത്തിൻ്റെ നാടാണ് ഭാരതം. വൈവിധ്യങ്ങളാണ് ഇവിടെ എമ്പാടുമുള്ളത്. വസ്ത്രത്തിൽ, ആഹാരത്തിൽ, ആചാരത്തിൽ, ഭാഷയിൽ, ചിന്തയിൽ ഒക്കെ വലിയ വൈവിധ്യങ്ങളുള്ള
ഒരു നാടാണ് ഭാരതം. ആ വൈവിധ്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാനുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്, ഉണ്ടാകേണ്ടത്, നിലനിൽക്കേണ്ടത്. അവിടെ ഇത്തരം വാക്കുകൾ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അത് ചെറുതല്ല, വലിയ ദാരുണമായ സംഭവങ്ങൾക്ക് അതൊരു പക്ഷേ വഴിതെളിച്ചേക്കാം. അതുകൊണ്ട് നമ്മുടെ കലാകാരന്മാർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, സാഹിത്യകാരന്മാർ പരാമർശങ്ങൾ നടത്തുമ്പോൾ, സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാതെ, എന്നാൽ തെറ്റിനെ അതിനിശിതമായി വിമർശിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നു വരേണ്ടതാണ്. അതാണ് അവർ ചെയ്യേണ്ടതും. ഇവിടെ എ ആർ റഹ്മാനെ എന്തൊക്കെ പറഞ്ഞാലും എ ആർ റഹ്മാൻ്റെ വിമർശനത്തെ പോസിറ്റീവായിട്ട് കണ്ട് സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ സൈബർ വെട്ടുകിളിക്കൂട്ടം അതിന് തയ്യാറാകില്ല എന്ന് നമുക്കറിയാം. ഭീകരമായ ആക്രമണമാണ് അദ്ദേഹത്തിന് നേരെ നടന്നത്. അതും ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ കണക്കുകൾ നിരത്തി അത് വ്യക്തമാക്കാം. അദ്ദേഹത്തിന് ആരോഗ്യകരമായ മറുപടി കൊടുക്കാം. മറിച്ച് ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തെ എതിർക്കുന്നവരും ഒക്കെ ഈ കാര്യത്തിൽ സമചിത്തതയോടെ വേണം പ്രതികരിക്കേണ്ടത്, പെരുമാറേണ്ടത്, ഇടപെടേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.